UDFന് പ്രതീക്ഷ നൽകുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ പല മാധ്യമങ്ങളും കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, അല്ലെങ്കിൽ പലരും അങ്ങനെ ഒരു വിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. അതേസമയത്ത് ചില മാധ്യമങ്ങളൊക്കെ തന്നെ കേരളത്തിൽ ഒരു ഭരണ തുടർച്ച ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പല ഉദ്യോഗസ്ഥ പ്രമുഖർ വരെ, നിലവിലുള്ള ഉദ്യോഗസ്ഥ പ്രമുഖർ വരെ, അതായത് റിട്ടയർ ചെയ്ത ആളുകളല്ല, സർവീസിലുള്ള ആളുകൾ വരെ മുഖ്യമന്ത്രിയെയും അതുപോലെയുള്ള അവരുടെ നടപടികളൊക്കെ വിമർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെയൊക്കെ ഒരു അർത്ഥം ഒരു പ്രതിപക്ഷം അധികാരത്തിൽ വരും എന്ന സൂചനകൾ ലഭിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ അങ്ങനെ ഒരു തുറന്ന പോരാട്ടത്തിന് പലപ്പോഴും ഉദ്യോഗസ്ഥന്മാരൊന്നും തയ്യാറാവുന്നില്ല. അതിന്റെ അർത്ഥം എക്സിറ്റ് പോളുകൾ പറയുന്നതും പലരും പ്രചരിപ്പിക്കുന്നതും പോലെ തന്നെ കേരളത്തിൽ UDF അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. പക്ഷെ ഇത്തവണത്തെ UDFന്റെ അധികാരത്തിൽ വരുന്നുണ്ടെങ്കിൽ, അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതൊരു ഭരണവിരുദ്ധ വികാരമായിരിക്കാം. രണ്ടാമത്തത് ന്യൂനപക്ഷങ്ങളുടെ ഒരു കേന്ദ്രീകരണമാണ്. നമുക്കറിയാം 2016 2021 തെരഞ്ഞെടുപ്പുകളിൽ ന്യൂനപക്ഷങ്ങളിൽ വലിയൊരു വിഭാഗത്തെ തങ്ങളുടെ കൂടെ നിർത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞിരുന്നു. ഇപ്പൊ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി മുസ്ലിം വർഗീയതയെ, അല്ലെങ്കിൽ മുസ്ലിം മതരാഷ്ട്രവാദത്തെ, അല്ലെങ്കിൽ ഒരു മുസ്ലിം രാഷ്ട്രീയത്തെ അവർ പ്രതിനിധീകരിക്കുന്നുണ്ടെങ്കിൽ പോലും മുസ്ലിം ലീഗിനെ കവച്ചു വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് അല്ലാത്ത കുറെ മുസ്ലിം ആയിട്ടുള്ള ആളുകളെ ആകർഷിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞിരുന്നു. പക്ഷെ ഇത്തവണ വലിയൊരു രീതിയിൽ, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ, അത് കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലൊക്കെ തന്നെ ഒരു മുസ്ലിം കേന്ദ്രീകരണം പൂർണ്ണമായിട്ടും UDFന് അനുകൂലമായിട്ടാണ് വന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ കേരളത്തിൽ കുറച്ച് നാളായിട്ട് ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗങ്ങൾ തമ്മിൽ അത്ര നല്ലൊരു ചർച്ചയിലായിരുന്നില്ല. കാരണം ന്യൂനപക്ഷങ്ങളുടെ കൂടുതൽ അവകാശങ്ങളും കവർന്നെടുക്കുന്നത് മുസ്ലിങ്ങളാണ് എന്നൊരു പരാതി ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുണ്ടായിരുന്നു. അതേപോലെ വഖഫ് ബോർഡ് സംബന്ധിച്ച തർക്കങ്ങൾ, വഖഫ് സ്വത്തുക്കളെ സംബന്ധിച്ച തർക്കങ്ങൾ, അതൊക്കെ മുനമ്പത്തെയൊക്കെ വിഷയങ്ങളൊക്കെ തന്നെ, അങ്ങനെ നിരവധി വിഷയങ്ങളിൽ ഒരു മുസ്ലിം ക്രിസ്ത്യൻ അകൽച്ച നമുക്ക് സാമൂഹ്യ രംഗത്തുണ്ടായതായി കാണാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇത്തവണ പൂർണ്ണമായിട്ടും ക്രിസ്ത്യൻ മതസംഘടനകളൊക്കെ തന്നെ UDFന് അനുകൂലമായിട്ടാണ് നിലപാടെടുത്തിരിക്കുന്നത്. അത് നമുക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കാണാൻ കഴിയും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് മലപ്പുറം ജില്ലയിലാണെങ്കിലും കോഴിക്കോട് ജില്ലയിലാണെങ്കിലും, അതേപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് പിന്തുണയുള്ള പത്തനംതിട്ടയിലാണെങ്കിലും എറണാകുളത്താണെങ്കിലൊക്കെ തന്നെ UDFന് അനുകൂലമായൊരു ട്രെൻഡാണ് വന്നിരിക്കുന്നത്. അപ്പം LDF ജയിച്ചിരിക്കുന്നത് ഹിന്ദുക്കൾ, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളല്ലാത്ത വിഭാഗങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് LDF ജയിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു പാറ്റേൺ ഈ ഒരു തെരഞ്ഞെടുപ്പിലും തുടരുന്നു എന്നുള്ളതാണ് എക്സിറ്റ് പോളുകൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ, നേരത്തെ CPM ഒക്കെ ആരോപിച്ചിരുന്നത് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ലീഗിന്റെ ഭരണമായിരിക്കും, കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാകും എന്ന് വരെയുള്ള വാർത്തകൾ വന്നിരുന്നു. അല്ലെങ്കിൽ ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്ത് തന്നെയായാലും കൊടുക്കും, ലീഗിന്റെ 5ാം മന്ത്രി മാത്രമല്ല 6ാം മന്ത്രി വരെ ലീഗിന് കൊടുക്കും എന്നുള്ള വാർത്തകളൊക്കെ തന്നെ വന്നിരുന്നു. അതേപോലെ തന്നെ വളരെ കാര്യമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ പോലെ മതരാഷ്ട്രവാദം പറയുന്ന ഒരു സംഘടന, മതമൗലികവാദികളുടെ, വർഗീയവാദികളുടെ സംഘടന അതിശക്തമായിട്ട് UDFനെ സ്വാധീനിക്കുന്നു എന്നുമുള്ള ആരോപണമുണ്ടായിരുന്നു. എന്തു തന്നെയായാലും ആരായിരിക്കും UDFനെ നയിക്കുക എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇപ്പോൾ കോൺഗ്രസിൽ മുടിചൂടാമന്നനായി നിൽക്കുന്നത് കേരളത്തിൽ നിന്നുള്ള AICC ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ്. അദ്ദേഹം ലോക്സഭയിൽ തിളങ്ങി നിൽക്കുന്നു. രാഹുൽ ഗാന്ധി തൊട്ടടുത്ത ആളാണ്. കോൺഗ്രസിലെ സംഘടനാ കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹമാണ് നിയന്ത്രിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന് കോൺഗ്രസിന് എല്ലാ സ്ഥലത്തും അധികാരം നഷ്ടപ്പെട്ടു. ഇപ്പൊ കോൺഗ്രസ് ആകെ തെലങ്കാന, ഹിമാചൽ പ്രദേശ്, കർണാടക, ഈ സ്ഥലത്ത് മാത്രമേ കോൺഗ്രസ് അധികാരത്തിലുള്ളൂ. അപ്പൊ കർണാടകത്തിലൊക്കെ അടുത്ത തെരഞ്ഞെടുപ്പ് പോകുമ്പോഴേക്കും ചിലപ്പോൾ കോൺഗ്രസ് പുറത്താവുമായിരിക്കാം. അപ്പം ഈ ഒരു അവസരത്തിൽ ഒരു മുഖ്യമന്ത്രി പദം കിട്ടുകയാണെങ്കിൽ അതല്ലേ നല്ലത് എന്ന ചിന്ത KC വേണുഗോപാലിനെ സ്വാഭാവികമായും സ്വാധീനിക്കും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ കോൺഗ്രസിനകത്ത് സ്വാഭാവികമായിട്ടും കേന്ദ്ര നേതൃത്വം പറയുന്നതിനാണ് അവസാന വാക്ക്. അപ്പം ആ കേന്ദ്ര നേതൃത്വം പറയുന്നത് KC വേണുഗോപാലായിരിക്കും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. അതേപോലെ തന്നെ പല MLA-മാരായിട്ട് വരുന്ന ആളുകളൊക്കെ നിശ്ചയിച്ചത് KC വേണുഗോപാലിന് അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് പലരും പറയുന്നത്. ഇപ്പോൾ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി ആണെങ്കിലും, തൃശ്ശൂരിലെ ഇപ്പോൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി KC വേണുഗോപാലിന്റെ ആളാണ്. അദ്ദേഹം VD സതീശന്റെ ആളായിരുന്ന ആളെ മാറ്റിയിട്ടാണ് അദ്ദേഹം, അല്ലെങ്കിൽ അദ്ദേഹത്തിനായിരുന്നു
വാക്ക് കൊടുത്തിരുന്നത്. അത് മാറ്റിയിട്ടാണ് ഇദ്ദേഹത്തെ ആക്കിയതെന്നൊക്കെയുള്ള ആരോപണം. അങ്ങനെ നിരവധി സീറ്റുകളിൽ അങ്ങനെ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അർത്ഥം കെ.സി. വേണുഗോപാൽ തനിക്ക് അനുകൂലമായിട്ടുള്ള ആളുകളൊക്കെ വെച്ചിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. കെ.സിയുടെ ആളുകളായിരിക്കും കൂടുതലുള്ള എന്നൊരു വാദം ഉയരുന്നുണ്ട്. അതേപോലെ തന്നെ രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു കഴിഞ്ഞ നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷമെങ്കിലും കേന്ദ്ര നേതൃത്വത്തിന്റെ ഇംഗിതത്തിനനുസരിച്ച് ആളുകളൊക്കെ മാറിയായിരുന്നു. അങ്ങനെയാണ് വി.ഡി. സതീശൻ വന്നത്. വി.ഡി. സതീശൻ വന്നത് ചെന്നിത്തലയെ മാറ്റാൻ വേണ്ടി കെ.സി. വേണുഗോപാൽ പ്ലാൻ ചെയ്തതാണ് എന്നുള്ള ആരോപണങ്ങളൊക്കെ, ഇതൊക്കെ രാഷ്ട്രീയമായ ആരോപണങ്ങളാണ്, ആർക്കും ആരോപിക്കുന്നതാണ്. പക്ഷെ എന്ത് തന്നെ ആയാലും കോൺഗ്രസിനകത്ത് അധികാര തർക്കമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. വി.ഡി. സതീശനുണ്ട്, കെ.സി. വേണുഗോപാലുണ്ട്, ഇനിയൊരു കോംപ്രമൈസ് കാൻഡിഡേറ്റ് ആയിട്ട് രമേശ് ചെന്നിത്തല വരും. ഇതിലൊക്കെ എ.കെ. ആന്റണി പോലുള്ള ആളുകളുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ കാര്യമായി സ്വാധീനിക്കും എന്നുള്ളത് ഉറപ്പാണ്. എ.കെ. ആന്റണി എന്ത് പറയുന്നു എന്നുള്ളതിന് കൂടി ചിലപ്പോൾ വിലയുണ്ടാവും. അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധി നിശ്ചയിക്കുന്ന ആളായിരിക്കും ആളുകൾ. പക്ഷെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രസക്തമായൊരു ചോദ്യമായിരുന്നു. അത് കേന്ദ്രത്തിലെ ബി.ജെ.പി. സർക്കാരിനെ വിമർശിക്കാനാണെങ്കിലും അല്ലെങ്കിലും രാഷ്ട്രീയമായ പ്രചരണത്തിലൊക്കെ എപ്പോഴും നമ്മുടെ രാഹുൽ ഗാന്ധി പറയുന്ന ചില കാര്യങ്ങൾ. അദ്ദേഹം എന്താണ് പറയുന്നത്? അദ്ദേഹം പറയുന്നത് പിന്നോക്ക വിഭാഗക്കാർ, പട്ടികജാതിക്കാർ, എപ്പോഴും അദ്ദേഹം പറയുന്നതാണ്. അത് കേന്ദ്രത്തിൽ സെൻസസ് കണക്കെടുക്കുന്ന കാര്യത്തിൽ, ജാതിയുടെ കണക്കെടുക്കുന്ന കാര്യത്തിലാണെങ്കിലും മറ്റെല്ലാം കണക്കെടുക്കുന്ന കാര്യത്തിലാണെങ്കിലും പട്ടികജാതിക്കാരെ അവഗണിക്കുന്നു എന്നുള്ള ആവശ്യങ്ങളാണ് എപ്പോഴും അദ്ദേഹം ഉന്നയിക്കുന്നത്. ഇപ്പൊ കോൺഗ്രസിന് തന്നെ ഒരു പ്രമുഖ നേതാവ് പറഞ്ഞു, ബി.ജെ.പി. ഇതുവരെ ഒരു രാഷ്ട്രപതിയെ പോലും വനിതയായി നിശ്ചയിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പം നിലവിലുള്ള രാഷ്ട്രപതി വനിതയാണ്. അപ്പൊ അങ്ങനെയുള്ള ആരോപണങ്ങൾ, അല്ലെങ്കിൽ പട്ടികജാതിക്കാരെ രാഷ്ട്രപതിയാക്കിയില്ല എന്നുള്ള ആരോപണങ്ങളൊക്കെ തന്നെ അവർ ഉന്നയിക്കുന്നു. പക്ഷെ ഇതൊക്കെ ഉന്നയിക്കുമ്പോഴും കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. എന്തുകൊണ്ട് കോൺഗ്രസിന് കേരളത്തിൽ ഒരു പട്ടികജാതിക്കാരനെ മുഖ്യമന്ത്രിയാക്കിക്കൂടാ? ഇതല്ലെങ്കിൽ ഒരു വനിതയെ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയാക്കിക്കൂടാ? അപ്പം രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലും മാത്രം മതിയോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സംവരണത്തെക്കുറിച്ച് പറയാൻ പാടില്ല. നിങ്ങൾ സംവരണത്തിൽ ഡൈല്യൂഷൻ വരുത്തുന്നു, സംവരണത്തിൽ വെള്ളം ചേർക്കുന്നു എന്ന് ആരോപിക്കുന്ന ആളുകളാണ് നിങ്ങൾ. ഇപ്പൊ കോൺഗ്രസിന് എന്തുകൊണ്ട് ഒരു പിന്നോക്ക ജാതിക്കാരനെ കേരളത്തിൽ മുഖ്യമന്ത്രി ആയിക്കൂടാ, അല്ലെങ്കിൽ ഒരു പട്ടിക ജാതിക്കാരനെ മുഖ്യമന്ത്രി ആയിക്കൂടാ? കേരളത്തിലെ ജനസംഖ്യയിൽ ഇന്നിപ്പം കെ.സി. വേണുഗോപാലും ഒക്കെ പ്രതിനിധീകരിക്കുന്ന സമുദായത്തെക്കാൾ കൂടുതൽ കോൺഗ്രസ്സുകാർ ഉള്ള, അല്ലെങ്കിൽ സാമുദായികമായിട്ട് അംഗങ്ങളുള്ള വിഭാഗങ്ങൾ വേറെയുണ്ട്. അപ്പം അതുകൊണ്ട് സാമൂഹ്യ സമരസതയെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും വാചോടാപം നടത്തുന്ന ആളുകളാണ് രാഹുൽ ഗാന്ധിയൊക്കെ. എപ്പോഴും സംവരണത്തെക്കുറിച്ച് പറയുന്ന ആളുകളാണ്, പിന്നോക്ക വിഭാഗങ്ങളെക്കുറിച്ച് പറയുന്ന ആളുകളാണ്, ജാതീയമായ അസമത്വത്തെക്കുറിച്ച് പറയുന്ന ആളുകളാണ്. ഇതിൻ്റെയൊക്കെ കുറ്റം മറ്റു പല ആളുകളുടെയും തലയിൽ അല്ലെങ്കിൽ അവരുടെ ചുമലിൽ ആക്കുകയും ചെയ്യുന്ന ആളുകളാണ് രാഹുൽ ഗാന്ധിയും അവരുടെ കൂട്ടരൊക്കെ. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള അവസരം അവരുടെ കൈ മുമ്പിൽ വന്നിരിക്കുകയാണ്. കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടും എന്നെല്ലാം എക്സിറ്റ് പോളുകളും പറയുന്നു. അതുകൊണ്ട് ഒരു പിന്നോക്ക വിഭാഗക്കാരനെ, അല്ലെങ്കിൽ ഒരു പട്ടികജാതി വിഭാഗക്കാരനെ കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കി മാതൃക കാണിക്കണം. ഇനി അതും ഒന്നുമില്ലെങ്കിൽ ഒരു സ്ത്രീയെ കേരളത്തിലെ മുഖ്യമന്ത്രിയായി മാതൃക കാണിക്കാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം തയ്യാറാവുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന പ്രസക്തമായ ചോദ്യം.